ഒറ്റപ്പാലം ചുനങ്ങാട് AVM HSSൽ നടന്ന 66ാമത് കേരള സ്കൂൾ ഫെൻസിംഗ് ജില്ലാതല മത്സരത്തിൽ പറളി ഹൈസ്കൂൾ വിദ്യാർത്ഥി നന്ദന് 1ാം സ്ഥാനം. 19 വയസ്സിൽ താഴെയുള്ളവരുടെ മത്സരത്തിലാണ് പറളി കിണാവല്ലൂർ സ്വദേശിയും പറളി ഹൈസ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിയുമായ നന്ദന് ജില്ലയിൽ 1ാം സ്ഥാനം ലഭിച്ചത്. യോഗയിൽ നിരവധി റെക്കോർഡുകൾ കരസ്ഥമാക്കിയ നന്ദൻ യോഗയ്ക്ക് പുറമെ കുംഫു, ഹോഴ്സ് റൈഡ്, മാജിക്, മെന്റലിസം എന്നിവയിലും പ്രശസ്തി. എല്ലാ കാർഡുകളും ഷഫിളായി. ഞാൻ ഇനി ഈ കാർഡ് ഇങ്ങനെ ഷഫിൾ ചെയ്യും. അപ്പോൾ ഇഷ്ടമുള്ള സമയത്ത് സ്റ്റോപ്പ് എന്ന് പറയണം. ഈ അടിയത്തെ കാർഡ് മനസ്സിൽ വിചാരിക്കാൻ പറയണം. ഓക്കെ ഓക്കെ ഞാൻ ഈ കാർഡ് വെച്ചു. ഈ കാർഡെ ഞാൻ മാറ്റി വെച്ചു. ഓക്കെ ഇനി ഞാൻ ആ കാർഡ് ഗസ് ചെയ്തിട്ട് ഞാൻ അത് പറയാൻ പോകും. ഇതെല്ലാവർക്കും ശരിയാവില്ല. കാർഡിന്റെ കളർ നിങ്ങൾ പറയും ഏത് കളറാണ് റെഡാണോ ബ്ലാക്ക് ആണോ അതിലേതാണ്. നിരവധി പ്രമുഖ മലയാളം ചാനലുകളിലും നന്ദന്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. നന്ദന് ജില്ലയിൽ 1ാം സ്ഥാനം ലഭിച്ചതറിഞ്ഞ മങ്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MN ഗോകുൽദാസ് അഭിനന്ദിക്കാൻ വീട്ടിലെത്തിയിരുന്നു. കേരള സർക്കാരിന്റെ സ്പോർട്സില് ഫെൻസിംഗ് വിഭാഗത്തില് അണ്ടർ 19 ഉള്ള ജില്ലാതല ചാമ്പ്യനായിട്ട് ഈ കുട്ടി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. നന്ദൻ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. വരുന്ന സംസ്ഥാനതല മത്സരത്തിന് അർഹത നേടിയത് കൊണ്ട് തന്നെ അവൻ സംസ്ഥാന തലത്തിലും 1ാം സ്ഥാനം എത്തട്ടെ എന്ന് ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നു. ഒപ്പം തന്നെ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച ഒരു കുട്ടി കൂടിയാണ് നന്ദൻ. കുതിര ഓട്ട മത്സരത്തിലും അതുപോലെ തന്നെ കുങ്ഫുവിലും പിന്നെ യോഗയിലും ഒക്കെ കഴിവ് തെളിയിച്ച നന്ദൻ ഭാവിയുടെ വാഗ്ദാനമാണ്. തീർച്ചയായിട്ടും കേരളത്തിലെ എന്നല്ല ലോകത്ത് തന്നെ അറിയപ്പെടുന്ന ഒരാളായി മാറട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. കുട്ടിയെ സ്നേഹപൂർവ്വം അഭിനന്ദിക്കുന്നു. നന്ദന് ഉപഹാരം നൽകിയാണ് മടങ്ങിയത്. പ്രശസ്ത ഷൂട്ടർ താരവും നടനും പറളി വില്യംകാട് വിക്ടറി ഹോഴ്സ് ക്ലബിന്റെ വൈസ് പ്രസിഡന്റുമായ PV ഹംസ കൂറ്റനാടും നന്ദനെ അഭിനന്ദിക്കാനെത്തി. ജീവകാരുണ്യ പ്രവർത്തകനായ സ്വാമി കിഷോറും നന്ദനെ അഭിനന്ദിക്കാനെത്തി. നമസ്കാരം. കേരളത്തിലും രാജ്യത്തും ഒന്നടങ്കം അഭിമാനപൂർവമായിട്ടുള്ള നേട്ടങ്ങൾ കൈവരിച്ച 2 കുട്ടികളാണ് നന്ദനും കണ്ണനും. ഇനിയും രാജ്യാന്തര തലത്തിൽ പുരസ്കാരങ്ങൾ അനവധി നേടാൻ അവർക്ക് സാധിക്കട്ടെ എന്ന് ഈ അവസരത്തിൽ ആശംസിക്കുകയാണ്, ആഗ്രഹിക്കുകയാണ്. ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ എന്ന്. നാഷണൽ തലത്തിൽ അറിയപ്പെടുന്ന പ്രശസ്തനായിട്ടുള്ള ഒരു ഷൂട്ടർ കൂടിയാണ് കണ്ണൻ. അത് മാത്രമല്ല LLBക്ക് ട്രിവാൻഡ്രത്ത് ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുകയും കൂടിയാണ്. അതും മാത്രമല്ല രാജ്യത്ത് ഏറ്റവും കുറഞ്ഞ വയസ്സിൽ വിമാനം ഉപയോഗിച്ചു പൈലറ്റായിട്ട് ഇരുന്നു എന്നുള്ള ഖ്യാതി കൂടി ഈ കുട്ടിക്ക് സ്വന്തമാണ്. പറളി മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം ഭാസ്കരനും വീട്ടിലെത്തി. പറളി കിണാവല്ലൂർ പത്മശ്രീയിൽ മുകേഷിന്റെയും സരിതയുടെയും ഇളയ മകനാണ് നന്ദൻ. സഹോദരൻ കണ്ണനും പ്രശസ്ത ഷൂട്ടറാണ്. തിരുവനന്തപുരം ലോ കോളേജിലെ നിയമ വിദ്യാർത്ഥിയുമാണ് സഹോദരൻ കണ്ണൻ. നന്ദുവിന്റെ ഫെൻസിംഗും മെന്റലിസവും കണ്ടാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ഗോകുൽദാസ് മടങ്ങിയത്. കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടാണ് പ്രസിഡന്റ് മടങ്ങിയത്. സ്റ്റേറ്റ് തല മത്സരത്തിൽ പങ്കെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നന്ദു. അഭിനന്ദനത്തിന് നന്ദു നന്ദി പറഞ്ഞു. ഇനി വരുന്ന 26-ാം തീയതിയും 27-ാം തീയതിയും സെൻട്രൽ സ്റ്റേഡിയം തിരുവനന്തപുരത്ത് വെച്ച് എൻ്റെ സ്റ്റേറ്റ് കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്. അതിൽ ഞാൻ പങ്കെടുക്കാൻ പോകും. സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഫ്രീ മോഡം ഇൻസ്റ്റലേഷൻ ചുമ്മാ. സത്യാടോ, എന്റെ വീട്ടിൽ ഈ കണക്ഷനാ. തന്നെയും വിശ്വാസമില്ല. അല്ല കേരള വിഷൻ. കേരള വിഷനിലേക്ക് സ്വാഗതം. ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി.